T20 റാങ്കിങ്ങിൽ സഞ്ജു വലിയ കുതിപ്പാണ് നേടിയിരിക്കുന്നത്. സഞ്ജു റാങ്കിങ്ങിൽ ഇത്രയും മുന്നോട്ട് വരുമെന്ന് ആരും കരുതിയില്ല. സഞ്ജു മാത്രമല്ല തിലക് വർമ്മയ്ക്കും റെക്കോർഡ് നേട്ടമാണ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ICC പ്രഖ്യാപിച്ച T20 റാങ്കിംഗ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനി അങ്ങോട്ട് സഞ്ജുവിൻ്റെ കാലമാണ് വരാനിരിക്കുന്നത്. സഞ്ജു 200 റാങ്കിലായിരുന്നു. അവിടെ നിന്നാണ് ഒറ്റയടിക്ക് താഴോട്ട് എത്തിയിരിക്കുന്നത്. ഇത്രയും വേഗത്തിൽ റാങ്കിങ്ങിൽ മുന്നേറ്റമുണ്ടാക്കിയ താരം വേറെ ആരുമില്ല. ആ റെക്കോർഡ് ഇനി സഞ്ജുവിന് സ്വന്തം. സഞ്ജു ഒരു കലണ്ടർ വർഷത്തിൽ 3 സെഞ്ചുറിയാണ് അടിച്ചിരിക്കുന്നത്. ലോക ക്രിക്കറ്റിൽ തന്നെ ഈ ചരിത്ര നേട്ടം നേടുന്ന ആദ്യത്തെ താരം അത് സഞ്ജുവാണ്. നിലവിലിപ്പോൾ 1-ാം സ്ഥാനത്ത് ട്രേവിസ് ഹെഡാണ്. അതുപോലെ 2-ാം സ്ഥാനത്ത് സാൾട്ടുമാണ്. സൂര്യകുമാറിനെ വലിയ തിരിച്ചടിയാണ് നേരിട്ടിരിക്കുന്നത്. സൂര്യ 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുകയാണ്. നേരത്തെ സൂര്യ 2-ാം സ്ഥാനത്തായിരുന്നു. ഇനി 4-ാം സ്ഥാനത്ത് ബാബർ അസമുണ്ട്. 5-ാം സ്ഥാനത്താണ് റിസ്വാൻ. ജോസ് ബട്ട്ലർ 6-ാം സ്ഥാനത്തുമുണ്ട്. ഇന്ത്യയുടെ ഓപ്പണർ ജയ്സ്വാൾ 7-ാം സ്ഥാനത്തെത്തിയിരിക്കുകയാണ്. ആദ്യ 10-ൽ 2 താരങ്ങളേ ഉള്ളൂ. അത് സൂര്യയും ജയ്സ്വാളുമാണ്. ഇപ്പോഴത്തെ സഞ്ജു വലിയ നേട്ടമാണ് നേടിയിരിക്കുന്നത്. സഞ്ജു 39-ാം റാങ്കിൽ എത്തിയിരിക്കുകയാണ്. നേരത്തെ സഞ്ജു 66-ാം റാങ്കിലായിരുന്നു. ഒരു സെഞ്ചുറി അടിച്ചപ്പോൾ സഞ്ജു 39-ാം സ്ഥാനത്തെത്തി. ഇനി അടുത്ത റാങ്കിങ് അപ്ഡേറ്റ് അടുത്ത ആഴ്ചയാണ്. സഞ്ജു ഇന്നലെ സെഞ്ചുറി അടിച്ചതുകൊണ്ട് ഇനി സഞ്ജു 20-ാം റാങ്കിലേക്ക് എത്തുമെന്നത് ഉറപ്പാണ്. അടുത്ത ആഴ്ചയായിരിക്കും ഓരോ സെഞ്ചുറിയിലും സഞ്ജുവിൻ്റെ റാങ്കിങ് താഴേക്ക് വരികയാണ്. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ അടുത്ത പ്രാവശ്യം സഞ്ജു ആദ്യ 10-ൽ ഇടം പിടിക്കും. ഋഷഭ് പന്ത് 98-ാം സ്ഥാനത്താണ്. അതുപോലെ ഇഷാൻ കിഷൻ 80 സ്ഥാനത്താണ്. സഞ്ജു മാത്രമാണ് ഇത്രയും താഴെയുള്ളത്. ഇത്രയും വേഗത്തിൽ സഞ്ജു റാങ്കിങ്ങിൽ മുന്നിലെത്തുമെന്ന് ആരും കരുതിയില്ല. അടുത്ത ആഴ്ച വരുന്ന പുതുക്കിയ റാങ്കിങ്ങിൽ സഞ്ജു ആദ്യത്തെ 20-ാം സ്ഥാനത്ത് എത്തുമെന്നത് ഉറപ്പാണ്. ഇനി അങ്ങോട്ട് സഞ്ജുവിൻ്റെ കാലമാണ് വരാനിരിക്കുന്നത്. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.